ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പരസ്പരം അറിയാതെ പോകുന്ന മനുഷ്യരെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു നാട് എപ്പോഴും വംശീയ ലഹളയ്ക്ക് വളക്കൂറുള്ള ഇടമായിരുന്നു. അങ്ങനെ ലഹളയുണ്ടാകുമ്പോൾ വിരുദ്ധ ചേരികളിൽ ഉള്ളവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ. ഒരിക്കൽ ഒരു ലഹളക്കാലത്ത് എതിർചേരിയിലുള്ള പ്രബലരായ ഓരോരുത്തരും തന്റെ വീട്ടിൽ രഹസ്യമായി അദ്ദേഹം പാർപ്പിച്ചു. അവർ പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ ആ മനുഷ്യൻ നിറവേറ്റി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അന്ന് ആദ്യമായി ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന ശത്രുക്കളായ ആ മനുഷ്യർ പരസ്പരം കണ്ടു. വൈരം മറന്ന് അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അത്ഭുതം പൂണ്ട നാട്ടുകാരോട് അവർ പറഞ്ഞത്, ഇത് ഇത്രയും നാൾ ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയ ആൾക്കുള്ള നന്ദിയാണ് എന്നാണ്. വെറും കഥയല്ലേ, യാഥാർത്ഥ്യം മറിച്ചല്ലേ എന്ന് പലർക്കും സംശയം തോന്നാം. ശരിയാണ്, ചിലത് കഥകളിൽ മാത്രം സംഭവിക്കുന്നതാണ്. ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് ചിലരിലെങ്കിലും തോന്നലുണ്ടാക്കാനുള്ള വെറും കഥകൾ. സമകാലിക മലയാളത്തിൽ PR ഷിജു എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് ഈ കഥ പറയാൻ തോന്നിയത്. എന്തൊരു മനുഷ്യരായിരുന്നു നമ്മൾ എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. അത് തുടങ്ങുന്നത് ഒരു കഥ പറയാം എന്ന് തന്നെയാണ്. നോവലോ സിനിമാ കഥയോ ഒക്കെയാണ്, എങ്കിലും പശ്ചാത്തലം കഥയല്ല. അധികമൊന്നും പഴകിപ്പോയിട്ടില്ലാത്ത ചരിത്രമാണ്. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഒരു നാട്, പട്ടിണിയും ദുരിതവും കൊണ്ട് പൊറുതിമുട്ടിയ നാട്. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളർത്താൻ ദൂരെയുള്ള മറ്റൊരു നാടിനെ ഏൽപ്പിക്കുന്നു. തിരിച്ചും പറയാം, ശരിക്കും തിരിച്ചു പറയുമ്പോഴാണ് അത് കുറെ കൂടി മനോഹരമാവുക. ദൂരെ എവിടെയോ ഉള്ള, കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ദുരിതകാലം തീരും വരെ ഇങ്ങ് തരൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മറ്റെവിടെയോ ഉള്ള മനുഷ്യർ സ്വീകരിക്കുന്നു. മനുഷ്യൻ, എത്ര മഹത്തായ പദം എന്ന് തോന്നിപ്പോവും നമുക്ക്. വയോള ആർഡോണിന്റെ നോവലിനെ ആസ്പദമാക്കി ക്രിസ്റ്റീന കൊമെൻസീനി ഒരുക്കിയ സിനിമ ദ ചിൽഡ്രൻസ് ട്രെയിൻ എന്ന പേരിലുണ്ട്. യുദ്ധം മനുഷ്യരെ കെടുതിയിലാക്കും. പട്ടിണിയാണ് അതിന്റെ പ്രത്യക്ഷ രൂപം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലിയിൽ ഇങ്ങനെ പട്ടിണിയിലായ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്തു. അങ്ങനെ നടപ്പാക്കിയ പദ്ധതിയാണ് ഹാപ്പിനെസ് ട്രെയിൻ. യുദ്ധക്കെടുതിയിൽ മുങ്ങിനിന്ന തെക്കൻ ഇറ്റലിയിലെ കുഞ്ഞുങ്ങളെ യുദ്ധം അത്രയ്ക്ക് നാശം വിതയ്ക്കാത്ത രാജ്യത്തിന്റെ വടക്കൻ ദേശങ്ങളിലെത്തിക്കുക. അവിടുത്തെ കുടുംബങ്ങളിൽ അംഗങ്ങളെപ്പോലെ ആ കുഞ്ഞുങ്ങൾ വളരുക, അതായിരുന്നു പദ്ധതി. ഒന്നും രണ്ടുമല്ല, 1945നും 1952നും ഇടയ്ക്ക് 70,000-ലേറെ കുഞ്ഞുങ്ങളാണ് അങ്ങനെ സന്തോഷത്തിന്റെ തീവണ്ടി കയറി വടക്കൻ ഇറ്റലിയിലേക്ക് പോയത്. അവർക്കവിടെ അച്ഛനും അമ്മയും ഉണ്ടായി, സഹോദരങ്ങളുണ്ടായി, പുതിയൊരു ലോകമുണ്ടായി. അങ്ങനെ പുതിയ ലോകമുണ്ടാക്കിയവരിൽ ഒരാളുടെ, അമേരിഗോ സ്പൊരാൻസയുടെ കഥയാണ് ചിൽഡ്രൻസ് ട്രെയിൻ. വലിയ വയലിനിസ്റ്റായി തീർന്ന അമേരിയുടെ ഓർമ്മകളിലൂടെയാണ് ആ കഥ വിരിയുന്നത്. ദൈവം തന്ന ശിക്ഷ, അങ്ങനെയാണ് അമേരിയുടെ അമ്മ അവനെപ്പറ്റി കളിയായി പറയാറ്. വടക്കൻ ദേശത്ത് തന്നെ എടുത്തു വളർത്തിയ ഡെർണയോട് അമേരി തന്നെ അത് പറയുന്നുണ്ട്. കൂടെ വന്ന എല്ലാ കുട്ടികളെയും പുതിയ രക്ഷിതാക്കൾ കൊണ്ടുപോയി. ബാക്കിയായ അമേരിയാണ് ഏറ്റവും ഒടുവിലെത്തിയ ഡെർണ ഏറ്റുവാങ്ങുന്നത്. മറ്റുള്ളവരെല്ലാം കുട്ടികൾക്കുള്ള മിഠായിയോ മധുര പലഹാരങ്ങളോ ആയി എത്തിയപ്പോൾ പഴയൊരു സൈക്കിൾ വണ്ടിയിൽ കിതച്ചെത്തിയ ഡെർണ അമേരിയോട് പറഞ്ഞു, വാ, ഇരുട്ട് മുമ്പ് വീട്ടിലെത്തണം. അങ്ങനെയാണ് ആ ബന്ധം തുടങ്ങുന്നത്. പിന്നീടൊരിക്കൽ ഡെർണ തന്നെ അമേരിയോട് പറയുന്നുണ്ട്, എനിക്ക് കുട്ടികളെ വളർത്താനൊന്നും അറിയില്ല, പാർട്ടി ഒരാളെ എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു എന്ന്. ആ ലേഖനം തുടങ്ങുന്നത് അദീല അബ്ദുള്ള എന്ന IAS-കാരിയുടെ ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടാണ്. ലോകത്ത് 2 മനുഷ്യർ ബാക്കിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും. നമ്മളല്ലാതെയുള്ള ആ രണ്ടാമത്തെയാൾ, അയാൾ നമ്മളെ സഹായിക്കും. ഒറ്റയ്ക്ക് ലോകത്ത് ബാക്കിയാവുമ്പോഴേ നിരാശപ്പെടേണ്ടതുള്ളൂ. ഇതാണ് ബാപ്പ തനിക്ക് നൽകിയ ഉപദേശങ്ങളായി അദീല പങ്കുവയ്ക്കുന്ന 10 കാര്യങ്ങളിൽ മനുഷ്യനിലുള്ള അപാരമായ വിശ്വാസം കൊണ്ട് അതിഭംഗിപ്പെടുന്ന ഒരു ഭാഗം. ശരിക്കും അങ്ങനെ തന്നെയാണോ നമ്മൾ? ആ രണ്ടാമത്തെയാൾ ഉറപ്പായും നമ്മളെ സഹായിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കുമോ?